നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 679th day. Today, Pradhamaskanda 5th chapter 38th ശ്ലോകം. For details, please see the discussion box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 679 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 38ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 38ാമത്തെ ശ്ലോകം. ഇതിമൂർത്യഭിധാനേന മന്ത്രമൂർത്തിമമൂർത്തികം യജതേ യജ്ഞപുരുഷം സമ്യദ്ദർശനപുമാൻ. ഓം തത്സത്. ഇതിമൂർത്യഭിധാനേന മന്ത്രമൂർത്തിമമൂർത്തികം യജതേ യജ്ഞപുരുഷം സമ്യക് ദർശനപുമാൻ. ഓം തത്സത്. ഇതി മൂർത്യഭിധാനേന മന്ത്രമൂർത്തിം അമൂർത്തികം യജതേ യജ്ഞപുരുഷം സമ്യക് ദർശന പുമാൻ. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. ഇതി മൂർത്യഭിധാനേന എന്ന് പറഞ്ഞാൽ അപ്രകാരം മൂർത്തി നാമങ്ങളെ പറഞ്ഞുകൊണ്ട് അമൂർത്തികം സ്വരൂപത്തോട് കൂടാത്തവനും മന്ത്രമൂർത്തി മന്ത്രമാകുന്ന സ്വരൂപത്തോട് കൂടിയവനുമായ യജ്ഞപുരുഷനെ യജതേ ആരാധിക്കുന്നു. സ അവൻ സമ്യക് ദർശന പുമാൻ. സമ്യക് ദർശന പുമാൻ എന്ന് പറഞ്ഞാൽ ശരിയായ കാഴ്ചയോട് കൂടിയവനാകുന്നു. അതായത് ഇങ്ങനെ മൂർത്തിനാമങ്ങളെ ഉച്ചരിച്ചുകൊണ്ട് മന്ത്രമാകുന്ന സ്വരൂപത്തെ ഒഴിച്ച് അന്യമായ സ്വരൂപം ഇല്ലാത്ത യജ്ഞപുരുഷനായ ഭഗവാനെ പൂജിക്കുന്ന ആൾ യഥാർത്ഥ തത്വത്തെ അനുഭവിച്ച് അറിഞ്ഞവനായിട്ട് ഭവിക്കും. ഭഗവാന്റെ യഥാർത്ഥ തത്വം അവന് മനസ്സിലാക്കി കൊടുക്കും. ഭഗവാൻ മനസ്സിലാക്കി കൊടുക്കും. രൂപമില്ലാത്ത ഭഗവാന് രൂപവും നാമവും ഒന്നും തന്നെ ഇല്ല. എങ്കിലും നമുക്ക് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ ഭഗവാന് രൂപവും നാമങ്ങളും ഒക്കെ നൽകി ആരാധിക്കുകയാണ്. അങ്ങനെയുള്ള ആ ഭഗവാനെ എപ്പോഴും ആ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് സ്വരൂപമില്ലാത്ത മന്ത്രസ്വരൂപമായിട്ടുള്ള ആ ഭഗവാനെ എപ്പോഴും ആരാധിക്കുന്ന പുരുഷൻ, ആ രൂപമൊന്നുമില്ലാത്ത യജ്ഞപുരുഷനായ ആ ഭഗവാൻ തൻ്റെ യഥാർത്ഥ തത്വത്തെ മനസ്സിലാക്കി കൊടുക്കും. അവന് അതായത് യഥാർത്ഥ ജ്ഞാനം ആ മനുഷ്യന് ലഭിക്കും. അങ്ങനെ പരമമായ മോക്ഷവും മുക്തിയും ഉണ്ടാകും എന്നാണ് പറയുന്നത്. ആ പരമമായ ജ്ഞാനം ലഭിക്കുവാൻ ഭക്തി ഒന്നല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല. ഭക്തിയോടുകൂടിയിട്ട് എപ്പോഴും ആ ഭഗവാനെ തന്നെ സ്മരിച്ചു കൊണ്ടിരുന്നാൽ, കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായാനിരുദ്ധായ നമസ്സംഘർഷണായ ച. ഭഗവാന്റെ നാമങ്ങളാണ് പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, സംഘർഷണൻ, വാസുദേവൻ. ഇങ്ങനെയുള്ള ഭഗവത് നാമങ്ങളെ എപ്പോഴും ഉച്ചരിച്ചുകൊണ്ട് ഭഗവാനെ തന്നെ സ്മരിച്ചു കൊണ്ടിരുന്നാൽ ഭഗവാൻ നമുക്ക് ആ പരമമായ അറിവ്, ഏതൊരറിവ് ലഭിച്ചാൽ പിന്നെ ഒന്നും അറിയേണ്ടതായിട്ടുള്ള ഇല്ലയോ, അങ്ങനെയുള്ള ആ പരമമായ അറിവ് നൽകി ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും. അതിൽ ഒട്ടും സംശയം വേണ്ട എന്ന് വ്യാസമഹർഷിയോട് ശ്രീ നാരദർ പറയുകയാണ്. നാരദരുടെ ഗുരുക്കന്മാരായ കുറേ യോഗിമാർ അവിടെ വന്നിട്ട് ചാതുർമാസ്യ വ്രതം കഴിഞ്ഞ് പോകുമ്പോൾ നാരദർക്ക് ആ യോഗിമാർ നൽകിയ നാരദരോട് ആ യോഗിമാർ പറഞ്ഞ കാര്യങ്ങളാണ്
ഇപ്പോൾ നാരദർ വ്യാസമഹർഷിയോട് പറയുന്നത്. നാരദർ തൻ്റെ പൂർവ്വജന്മത്തിൻ്റെ കഥ അനുസ്മരിക്കുകയാണ് ഇവിടെ. ശ്ലോകം ഒരിക്കൽ കൂടി. ഇതിമൂർത്യഭിധാനേന മന്ത്രമൂർത്തിമമൂർത്തികം യജതേ യജ്ഞപുരുഷം സമ്യക് ദർശന പുമാൻ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.